ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ മങ്കോസ്റ്റിൻ പെട്ടെന്ന് കായ്ച്ചു. എല്ലാവരും പറയുന്നു 7 വർഷം വേണമെന്ന്. പക്ഷേ ഇത് 3.5 വർഷമായപ്പം കായ്ച്ചു. മങ്കോസ്റ്റിൻ കണ്ടോ, നല്ല കായുള്ള, നല്ല രസമല്ല ഇതിൻ്റെ കാ കാണാൻ. ആ മങ്കോസ്റ്റിൻ പെട്ടെന്ന് കായ്ക്കാൻ ഞങ്ങളിതാ ചെയ്ത് ജൈവ സ്ലറിയൊക്കെ ഒഴിക്കും. 3.5 വർഷമായതേ ഉള്ളൂ. അടിവളമായിട്ട് ഞങ്ങളില്ലേ, ഇത് കടലപ്പിണ്ണക്ക, വേപ്പിൻ പിണ്ണക്ക, ചാണകപ്പൊടി, കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. അതിലാണ് നട്ടത് കേട്ടോ. ഇത് നിലത്താണ് നട്ടേക്കുന്നത്. എല്ലാവരും കായ്ക്കില്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ കായ്ച്ചു 3.5 വർഷമായപ്പോൾ. കൊടംപുളിയുടെ വംശത്തിൽപ്പെട്ടാന്ന് തോന്നുന്നു. നല്ല ഇതിൻ്റെ ഇലയൊക്കെ കൊടംപുളിയുടെ ഇല പോലെ കണ്ടോ, നല്ല മധുരമുള്ള പഴമാണെന്നാണ് പറയുന്നത്. പഴങ്ങളിൽ രാജാവാണ് എന്നാ പറയുന്നത്. നല്ല നന വേണം. ഇത് ഈ മാർക്കറ്റിൽ ഇനി നല്ല വിലയാണ് ഇതിൻ്റെ പഴത്തിന്. മഴ പെയ്തപ്പോൾ തന്നെ ഞങ്ങൾ വളമിട്ടു. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക് ഒക്കെ എല്ലാം കൂട്ടി ഇളക്കി. 7 വർഷം ആകുമ്പോഴേക്കും കായ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ നോക്കി ഇന്നിപ്പോൾ 3.5 വർഷമായപ്പം കായ്ച്ചു. വർഷത്തിൽ 3 പ്രാവശ്യം ഞങ്ങൾ വളമിടുക, ചാണകപ്പൊടി എല്ലാം ഇട്ടേ. പിന്നെ ജൈവ സ്ലറി എപ്പോഴും ഒഴിക്കും. ഞങ്ങളിവിടെ ഉണ്ടാക്കിയ ജൈവ സ്ലറി, പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറിയേ, അത് 15 ദിവസം കൂടുമ്പോൾ ഒഴിക്കും. ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്യും. ഫിഷ് അമിനോ മേടിച്ച് ഞങ്ങൾ സ്പ്രേ ചെയ്യും. ഇതുവരെ ഒരു പൂക്കൾ പോലും കൊഴിഞ്ഞിട്ടില്ല കേട്ടോ. മങ്കോസ്റ്റിന് ഒത്തിരി വർഷം നിൽക്കും എന്നാണ് പറയുന്നത്. 10-60 വർഷം നിൽക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. നല്ലപോലെ നനയ്ക്കണം. ഞങ്ങൾ രാവിലെ വൈകിട്ടൊക്കെ നനയ്ക്കും. ജൈവവളം കൊടുത്താലില്ലേ നല്ല വളർച്ച ഉണ്ടാകും. പെട്ടെന്ന് വളരുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത ചൂട്ടിൽ ഞങ്ങൾ ഇട്ട് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. കൊടുക്കുന്ന വളം അനുസരിച്ചാണ് ഫലം തരുന്നത്, അറിയാമോ. ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇത് പൂക്കളുണ്ടായതേ. പൂക്കളം അങ്ങനെയൊന്നും കൊഴിഞ്ഞില്ല. ഒരു ചെറിയ കാ കാരണം പൊഴിഞ്ഞു കണ്ടോ. നല്ല കട്ടിയുള്ള ഇല, കൊടംപുളിയുടെ ഇല പോലെ കണ്ടോ ഇരിക്കുന്നത്. ഇത്ര മണ്ണുള്ളൂ കണ്ടോ. ഇതിൻ്റെ കാ കാണാൻ നല്ല ഭംഗിയല്ല കൂട്ടുകാരെ. കഴിഞ്ഞ വർഷം പൂവുണ്ടായിരുന്നു ആദ്യമായിട്ട്. പക്ഷെ കായൊന്നും ഉണ്ടായില്ല. ഒരു ചെറിയ കായ ഉണ്ടായിട്ട് അത് പൊഴിഞ്ഞും പോയി. ഇപ്പോൾ ഇത് 8-10 ഉണ്ട് കണ്ടോ. ഇനി 3.5 വർഷമോടെ കായ്ച്ച് നോക്കിയിരിക്കണമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അത് 3.5 വർഷമായപ്പം കായ്ച്ചു. എല്ലാവരും പറയും കായ്ക്കയില്ല, 3.5 വർഷം കൊണ്ടൊന്നും കായ്ക്കയില്ല, 7 വർഷമാകും, 7-8 വർഷം. പക്ഷേ ഇത് കണ്ടോ, കായ്ച്ചു ഇത്രയും വലുതായി. ഇപ്പം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസമല്ലേ, അന്നത്തേന് ഇത്രയും വലിപ്പമായി. കായ്ക്കണ്ടോ. ഇല നല്ല കട്ടിയുള്ള നല്ല ഇല, കൊടംപുളി പോലെ ഇരിക്കുന്നു അല്ലേ ഇലയൊക്കെ. കൊടംപുളിയുടെ ഇല പോലെ കണ്ടോ, തണ്ടും കമ്പും എല്ലാം. ഇത്ര മുഴുപ്പേ ഉള്ളൂ. അധികം വെയിലൊന്നും വേണ്ട. അത് വേറെ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തണലൊക്കെ ഉണ്ടായിരുന്നു. കുറേ വെയിലേ ഉള്ളായിരുന്നു ഇവിടെ. കേട്ടോ, നല്ല രസം കാണല്ല, നല്ല ബോളാകൃതിയിൽ ഉരുണ്ട വട്ടത്തിലൊക്കെ കിടക്കുന്ന കാണാൻ നല്ല രസമല്ലേ കൂട്ടുകാരെ. കുറേ ഉണ്ടായിട്ടുണ്ട് ഇപ്പം. പഴങ്ങളുടെ രാജാവ്, നല്ല മധുരമുള്ള. ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് പണ്ട് മേടിച്ച് തിന്നിട്ടുണ്ട്. മധുരം ഉണ്ടായിരുന്നു, നല്ല മധുരം. ഇവിടെ വേറെ ഒരെണ്ണവും വെച്ചിട്ടുണ്ട്, ഒരു ചെറുതുവേ. അപ്പോൾ ഇത് 7 വർഷമാകും കായ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു ചെറിയ ഹൈബ്രിഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് മേടിച്ചിട്ട് 3-4 മാസമായതേ ഉള്ളൂ. ഇത് 3.5 വർഷമായി നട്ടിട്ട്. ഇത് കായ്ച്ച് തുടങ്ങിയ പിന്നെ ആ കായ്ക്ക് പെട്ടെന്ന് നല്ല വളർച്ചയാകും. നല്ല ഷേപ്പ് കണ്ടോ.
കണ്ടാ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മറ്റ് വീഡിയോയിലൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും ഞങ്ങളിങ്ങനെ ജൈവ വളമാണ് കൊടുക്കുന്നത്. കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടി എല്ലാം കൂട്ടി ഇളക്കി. ജൈവവളം കൊടുത്താൽ പെട്ടെന്ന് നല്ല വളർച്ചയാണ്. സ്ലറിയും 2 ആഴ്ച കൂടുമ്പോൾ ഒഴിക്കുന്നുണ്ട് ഞങ്ങളുണ്ടാക്കുന്ന സ്ലറി. പച്ചക്കറി വേസ്റ്റിൻ്റെ കിച്ചൺ വേസ്റ്റിൻ്റെ എല്ലാം സ്ലറി ഒരു ബക്കറ്റ് ഇട്ട് വെച്ച് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ കാണാം. ഉണ്ടോ ചാണകപ്പൊടിയെല്ലാം ഇട്ടേക്കുന്ന. എന്നിട്ട് വേനൊക്കെ കരിയിലൊക്കെ വാരി അതിൻ്റെ ചോട്ടിലിട്ട് വെക്കും. കണ്ടോ നല്ല നനവ് തണുപ്പ് കിട്ടാൻ വേണ്ടി. ഇലകളുടെ ഇടയ്ക്കാണ് ഇങ്ങനെ കായ ഉണ്ടായി നിൽക്കുന്നുണ്ടോ. നിറയെ ഇലകളുമുണ്ട്. ഇലകൾക്കൊന്നും ഒരു കേടുമില്ല കണ്ടോ. ഇലകളുടെ ഇടയ്ക്കൂടെ എല്ലാം ഉണ്ടാകുന്നുണ്ട്. പൂവാകുമ്പം തന്നെ പൂവ് വരെ കാണാൻ നല്ല രസമാണ്. ഞങ്ങളത് പൂ ഒത്തിരി പൊഴിയുന്നു, പക്ഷെ പൂ പൊഴിഞ്ഞിട്ടില്ല. കായ ഒരെണ്ണം ഒരു ചെറിയത് പൊഴിഞ്ഞു. ഇതുവരെ ഒരു കായ പൊഴിഞ്ഞിട്ടുള്ളൂ. രാവിലെയും പോയിട്ട് നനച്ചുക്കുക. ഇലക്കടയെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യത്തെ മഴയ്ക്ക് തന്നെ ഞങ്ങൾ വളമിട്ടു. നേരത്തെ നട്ട പോലെ തന്നെ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയെല്ലാം കൂട്ടി ഇളക്കി. ചാണകപ്പൊടിയെല്ലാം കൂട്ടി. ചാണകപ്പൊടി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ അതെല്ലാം കൂട്ടി ഇളക്കി ഇട്ടു വളമായിട്ട്. പിന്നെ സ്ലറി ഒഴിക്കും. വിഷാമിനോ സ്പ്രേ ചെയ്യും. നാളെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചപ്പോൾ നല്ല വിലയായിരുന്നു. അപ്പോഴോർത്തു ഇവിടെ ഉണ്ടാകുമ്പോൾ തിന്നാലോ എന്നോർത്ത്. നല്ല മധുരമുള്ള അതിന്. അകത്ത് നല്ല അല്ലിയായിട്ടുള്ള പഴമാണ്. നാരങ്ങയുടെ അല്ലിയൊക്കെ പോലെ. വലിയ വണ്ണമൊന്നും ഇല്ല, അധികം പൊക്കവും ഇല്ലാത്ത മംഗോസ്റ്റീന. ചിലയിടത്തൊക്കെ ഒത്തിരി പൊക്കത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്, പക്ഷേ ഇത് അധികം പൊക്കമൊന്നുമില്ല. കാണാൻ നല്ല ഭംഗിയല്ലേ. കണ്ടോ പടർന്ന് പന്തലിച്ച് കിടക്കുന്നു. ആദ്യമൊക്കെ ഇത് വളരാതെ ഇരുന്നു, പിന്നെ നല്ലപോലെ വളർന്ന് സാവധാന ചെറുപ്പത്തിൽ അത് വളരുന്നു. പിന്നെ വളർന്നു. അന്നേരം സ്റ്റെപ്പായിട്ട് തളിര് വരും. കണ്ടോ ഇവിടെയൊക്കെ ചെറുതും വലുതും ഒക്കെ ഉണ്ടാകുന്നുണ്ടോ. അതിലേക്ക് നല്ല കട്ടി നോക്കിയാൽ കുടംപുളിയുടെ ഇല പോലെ.
അവിടെ എത്ര മണ്ണുള്ള അതിൻ്റെ ചുവട് ഭാഗം കണ്ടോ, ചുവട്ടി ചാണകപ്പൊടിയൊക്കെ ഇട്ട് വളമിട്ടിട്ട് കരിയിലൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിക്കും. നിലത്ത് നട്ടേക്കുന്ന റോഡ് സൈഡിൽ ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്ന പുകയടിച്ചാലും ചെടികൾക്ക് നല്ലതെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ അയക്കുമ്പോൾ നിറയെ പെട്ടെന്ന് കായ്ച്ചത്. നല്ല ജൈവ സ്ലറി ഒഴിച്ച് ജൈവവളമൊക്കെ ഇട്ടു കൊടുത്തൊക്കെ 2-3 പ്രാവശ്യം ഞങ്ങൾ വർഷത്തിൽ 2-3 പ്രാവശ്യം ചാണകപ്പൊടി വളമൊക്കെ ഇടും. ജൈവ സ്ലറി 2 ആഴ്ച കൂടുമ്പോൾ ഒഴിക്കും കേട്ടോ. അങ്ങനെ കേടൊന്നുമില്ല കമ്പോസ്റ്റിന്. കണ്ടോ, കുറേ ഉണ്ട്. മൂന്നാല് മാസം കൊണ്ട് പഴുക്കുമെന്ന് തോന്നുന്നു. ആദ്യം ഉണ്ടാകുന്നതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലേ. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.